ലതിക മാഡം. രാജു, കരയില്ല മാഡം. വർമ്മ സാറിന് ഒന്നും സംഭവിക്കില്ല. മാഡം ഇങ്ങനെ വിഷമിക്കാതെ. ദൈവത്തെ പോലുള്ള വർമ്മ സാറിന് ലതിക മാഡം ഇങ്ങനെ തളരല്ലേ. ഇത് കുടിച്ചേ. വേണ്ട രാജു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സമയം എത്ര ആയെന്ന വിചാരം? മേടിച്ചേ. എന്താ മേഡം ഇത്? എനിക്കൊന്നും വേണ്ട രാജു. എനിക്ക് എന്റെ അച്ഛന് ഒരു കുഴപ്പമില്ലാതെ കണ്ടാ മതി. മാതുലനിപ്പോ വടിയായിട്ടുണ്ടാവും. കുറച്ച് സെന്റിമെന്റ്സ് അങ്ങ് വാരി വിതറിയേക്കാം. കുടിക്കും മാഡം. രാജു, അമ്മാവൻ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അമ്മാവന് കുഴപ്പമൊന്നുമില്ലല്ലോ? നടന്നതൊക്കെ കേട്ടപ്പോ എന്റെ നെഞ്ചൊന്ന് പടഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കാറെടുത്ത് നേരെ ഇങ്ങ് വന്നു. അമ്മയെ അറിയിക്കാൻ നിന്നില്ല. അമ്മ അറിഞ്ഞ അമ്മാവിന്റെ പിന്നാലെ അമ്മയും കൂടി ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ രാജു? ഇല്ല, ട്രീറ്റ്മെന്റ് നടക്കുന്നേ ഉള്ളൂ. എന്താ ഋതികേ, ഞാൻ വീട്ടിലുണ്ടായിരുന്നിട്ടും അമ്മാവന് വയ്യാതായെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എനിക്ക് പറയണമെന്ന് തോന്നിയില്ല. ഡോക്ടർ, അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പോ? കുട്ടിക്ക് വിഷമാവൂന്നറിയാം. പക്ഷേ നിങ്ങളൊക്കെ വിദ്യാഭ്യാസവും വിവേകമുള്ള ആൾക്കാരല്ലേ. കാര്യങ്ങൾ അതിന്റെ സെൻസിൽ നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയാം. വർമ്മ സാറിന്റെ കണ്ടീഷൻ അല്പം ക്രിട്ടിക്കലാണ്. എന്താ ഡോക്ടർ ഈ പറയുന്നത്? വർമ്മ സാറിന്റെ ലങ്സിന്റെ അവസ്ഥ വളരെ മോശമാണ്.
വളരെ പെട്ടെന്ന് ഇങ്ങനെ ലങ്സിന്റെ പ്രവർത്തനം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. മെഡിസിനോടും ബോഡി റിയാക്ട് ചെയ്യുന്നില്ല. എത്ര പണം ചിലവായാലും കുഴപ്പമില്ല, അമ്മാവന് ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു കിട്ടണം. മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം, ഇത് ചെറിയൊരു ശ്വാസതടസ്സത്തിന്റെ പ്രശ്നം കൊണ്ടുണ്ടായ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്വാസകോശം ഡാമേജ് ആയതിന്റെ ശരിക്കുള്ള റീസൺ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ശവപ്പെട്ടി ഒരെണ്ണം കരുതിക്കോളാൻ പറയേ ഡോക്ടറെ. ശരി. അല്ല ഡോക്ടറെ, രാജു, ആ പറയും മാഡം. എനിക്കിത് സഹിക്കാനാവുന്നില്ല രാജു. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാം. ക്ഷേത്രത്തിൽ പോയി അച്ഛന് വേണ്ടി പൂജ നടത്തണം. നേരം പുലരാറാകുന്നതേ ഉള്ളൂ. ശരി, മാഡത്തിന് അതാണ് സമാധാനമെങ്കിൽ വാ നമുക്ക് പോവാം. വേണ്ട രാജു, രാജു വരണ്ട. രാജു ഇവിടെ ഉണ്ടാവണം. അച്ഛന്റെ ഒപ്പം ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഋതിക മാഡം തനിച്ചെങ്ങനെ പോവും? പുറത്ത് നല്ല ഇരുട്ടാണ്. അത് ഞാൻ പൊയ്ക്കോളാം രാജു. ശരി മാഡം. സോറി.
തിരുമേനി, ഒരു മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കണം. വഴിപാട് കഴിപ്പിക്കേണ്ട ആളുടെ പേരും നാളും പറഞ്ഞോളൂ. പ്രതാപവർമ്മ, തിരുവോണ നക്ഷത്രം. അല്ല, ആ പേരിൽ ദാ ഇപ്പോ ഒരു സ്ത്രീ മൃത്യുഞ്ജയ ഹോമം പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയതേ ഉള്ളല്ലോ. എന്നാലും ആരാത്? അച്ഛന്റെ പേരിൽ ഹോമം നടത്തിയിട്ട് പോയ അവരെന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത്? അച്ഛനറിയാവുന്ന അവർക്ക് എന്നെ അറിയില്ലേ? ഈശ്വര, എന്റെ അച്ഛനെ വേഗം സുഖാവണേ. മോൾ ഇനിയും തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഉണ്ട് സർ. ധൈര്യമായിട്ട് പഠിച്ചോളൂ. മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം, കേട്ടോ? എന്റെ കുടുംബത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും മാത്രം ആഗ്രഹിക്കുന്ന സ്നേഹനിധികളായ എന്റെ രാജുവിന്റെ കുടുംബത്തിന് എന്റെ ചെറിയൊരു സ്നേഹോപഹാരം. ദാ. ഇത്രയും വലിയ മനസ്സുള്ള വർമ്മ സാറിന് ഒന്നും സംഭവിക്കില്ല. അമ്മാവൻ ജീവനോടെ തിരിച്ചു വന്നാൽ ചിലപ്പോ ഇൻഹേലറിന്റെ കാര്യം പുറത്താവും. ഒരു കാരണവശാലും അമ്മാവൻ രക്ഷപ്പെടാൻ പാടില്ല. രാജു, ആ രാജു, വർമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? വർമ്മ സാറിന്റെ ലെങ്സിനാണ് പെട്ടെന്ന് പ്രോബ്ലം ഉണ്ടായത്. അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അതെന്താ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാവാൻ? ആ ലിഫ്റ്റിൽ കുടുങ്ങിയപ്പോ പാനിക് ആയത് ഒഴിച്ചാൽ പ്രതാപൻ നല്ല ഹെൽത്തി ആയിരുന്നല്ലോ. എനിക്കെന്തോ പ്രതാപന് ഇത്രയും വേഗം ലെങ്സിനൊക്കെ പ്രോബ്ലം വന്ന് സീരിയസ് കണ്ടീഷനാണെന്നൊക്കെ പറയുമ്പോ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായതാണെന്ന് വെച്ചാ അതിനൊക്കെ അതിൻ്റെതായ ലക്ഷണങ്ങൾ എന്നേ കാണിച്ചു തുടങ്ങിയേനെ. നീ വാ, നമുക്ക് എം ഡി കണ്ടിട്ട് വരാം. വാ. ഇനി ഇവനെന്തെങ്കിലും സ്റ്റേറ്റ്സിലും ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി നിന്ന് നിന്നെ പുറത്താക്കിയതാണെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. എന്താണ് നോക്കി നിൽക്കില്ലേ? ഇറങ്ങി പോടാ ഇങ്ങോട്ടെങ്കിലും. ഏയ്, അതിനും മാത്രമുള്ള ധൈര്യമൊന്നും ഇവനില്ല. ഇവൻ എന്നെ സംശയമായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഡോക്ടർ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? വർമ്മ സാറിനെ ഇപ്പൊ പരിശോധിക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും പേരുകേട്ട പൾമോളജിസ്റ്റ് ആണ്. ഡോക്ടർ കുറച്ച് ടെസ്റ്റുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ശരി ശരി ഡോക്ടർ. ഡോക്ടർ, ഇനി അങ്ങേരെങ്ങാനും കണ്ണു തുറന്ന് എണീറ്റ് വരുമോ? ആർക്കു വേണ്ടിയാണോ ഈ ഹോമം നടത്തിയത് അയാളെ ഈ പ്രസാദം തൊടിയിക്കണം. ശരി തിരുമേനി. ഭഗവാനെ, എന്റെ അച്ഛന് വേഗം ഭേദാവണേ.
ഹരീഷ്? ഹലോ ശ്രീ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിക്കുന്നത്. കോൾ കട്ട് ചെയ്യരുത്. കാര്യം എന്താന്ന് വെച്ചാ വേഗം പറ ഹരീഷ്. എത്ര കാലം നമ്മൾ ഈ വിഷമം സഹിച്ച് ഇങ്ങനെ ജീവിക്കും ശ്രീ? എന്റെ പാരന്റ്സ് ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് സമ്മതം തരില്ല. അച്ഛൻ സമ്മതിച്ചാലും അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? ഇനി കൂടുതലൊന്നും ആലോചിക്കാൻ പറ്റില്ല ശ്രീ. നമുക്ക് ഈ നാട് വിട്ടു പോവാം. ഒളിച്ചോടാനോ? അയ്യോ, അതൊന്നും ശരിയാവില്ല. നമുക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ല ശ്രീ. ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നമുക്കിതാണ് ഏക വഴി. വേണ്ട ഹരീഷ്, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഹരീഷ് തിരിച്ചു പൊക്കോ. ശ്രീ, ഞാൻ തീരുമാനിച്ചുറപ്പിച്ച വന്നിരിക്കുന്നത്. നീ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാനിപ്പോ വീടിനകത്തേക്ക് കയറി വരും. ഇല്ല ഹരീഷ്, നിനക്കിത് പറയാൻ എളുപ്പം. ഞാനിപ്പോ ഇറങ്ങി വന്ന നാളെ നേരം പുലരുമ്പോ മാനക്കേടുണ്ടാകാൻ പോകുന്നത് എന്റെ കുടുംബത്തിന്. പ്ലീസ് ശ്രീ, ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക്. കുടുംബത്തിന്റെ മാനക്കേടൊക്കെ ദിവസങ്ങൾ കഴിയുമ്പോ മാറും. നീ വാ, നമുക്ക് പോവാം. ഹരീഷ്, വേണ്ട. വാ ശ്രീ, വിട് ഹരീഷ്, വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വിട്, വിട്. എന്താ അത്? എന്താ പറ്റിയ? ഞാനൊരു സ്വപ്നം കണ്ടതാ. സ്വപ്ന? എന്നെ പൊന്നിരാതെ പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് രാമനാമം ജപിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാൻ. ഭഗവാനെ, ഈശ്വര. ശ്രീ, ദൈവമേ, ഇവള് ചതിച്ചോ? എന്താ അത്? നീ എന്താ ഇത്ര പഴക്കം പറയണത്? ഒന്നുമില്ലേട്ടാ. മുറി കിടന്ന ചൂടാണെന്ന് ഓർത്താ ഇവിടെ കിടന്നത്. ഇവിടെ മനുഷ്യൻ സ്വസ്ഥയില്ലാന്ന് വെച്ചാ